വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒടുവിൽ യുക്രൈനിൽ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പല ലോക രാജ്യങ്ങളുടെയും ശ്രദ്ധ യുക്രൈനിലേക്കാണ്. അതിനിടയിൽ നിലവിലെ പട്ടാള നിയമപ്രകാരം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ ഫലം കൈകാര്യം ചെയ്യാൻ യുക്രൈനിന്റെ നിലവിലെ നേതാവ് വ്ളാഡിമിർ സെലൻസ്കിക്ക് കഴിയില്ലെന്ന് അദ്ദേഹത്തിന്റെ മുൻ പ്രചാരണ മേധാവി ദിമിട്രോ റസൻകോവ് ആരോപിച്ചു. അത്തരത്തിൽ ഒരു അട്ടിമറിക്ക് കൂടി ഇനി സെലൻസ്കി മുതിർന്നാൽ ജനരോഷം രാജ്യത്ത് ആളിക്കത്തുമെന്നതിലും ആഗോളതലത്തിൽ സെലൻസ്കിയോട് വർദ്ധിച്ചു വരുന്ന അമർഷം കൂടുമെന്നതിലും സംശയം വേണ്ട. അതേസമയം റഷ്യയുമായുള്ള സംഘർഷം നിലനിൽക്കുമ്പോൾ ഒരു നേതൃമാറ്റവും സംഭവിക്കില്ല എന്ന അമിത ആത്മവിശ്വാസത്തിലാണ് സെലൻസ്കി. പക്ഷെ സെലൻസ്കിയെ അധികാരത്തിലെത്തിച്ച പരിചയസമ്പന്നനായ രാഷ്ട്രീയ തന്ത്രജ്ഞനായ റസൻകോവ് ഇനിയും ആ പദവിയിൽ ഇരിക്കാനുള്ള കഴിവില്ലെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ ആരെങ്കിലും പട്ടാള നിയമപ്രകാരം തിരഞ്ഞെടുപ്പുകൾക്കായി ഒരു സംവിധാനം ആവിഷ്കരിച്ചാൽ സെലൻസ്കിക്ക് 102% വോട്ട് ലഭിച്ചേക്കുമെന്നാണ് അദ്ദേഹം സെലൻസ്കിയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്. അവർ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും നിർബന്ധിത സൈനിക ഉദ്യോഗസ്ഥരെ നിയോഗിക്കുകയും നിലവിലെ സർക്കാരിനെ പിന്തുണയ്ക്കാൻ ധൈര്യപ്പെടാത്ത ആരെയും അവിടെ നിർത്തിക്കില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. യുക്രൈനിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും എതിർപ്പുകളും ആരോപണങ്ങളും വാരിക്കൂട്ടിയ ഒരു നേതാവ് ഉണ്ടായിട്ടുണ്ടാകില്ല. യുക്രൈനിന്റെ ഈ ഗവൺമെന്റ് സേവനം വഴി വിദൂര തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെയും റസൻകോവ് വിമർശിച്ചു. 2019 സെലൻസ്കിയുടെ അധികാര പ്രവേശനത്തിലെ മുഖ്യ വഴികാട്ടിയായിരുന്നു റസൻകോവ്. ഒരു കൊമേഡിയനിൽ നിന്ന് രാഷ്ട്ര തലവനാക്കി സെലൻസ്കിയെ മാറ്റുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വലുതാണ്. 2021 വരെ അദ്ദേഹം പാർലമെന്റ് സ്പീക്കറായി സേവനമനുഷ്ഠിച്ചു. പ്രസിഡന്റിന്റെ പാർട്ടിയിലെ സഹ നിയമസഭാംഗങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കിയതിനെ തുടർന്നാണ് അദ്ദേഹം ഭരണത്തിൽ നിന്നും വിട്ടുനിന്നത്. യുക്രൈനിൽ ഏകദേശം 3 മാസം കൂടുമ്പോൾ സെലൻസ്കി തുടർച്ചയായി പട്ടാള നിയമം നീട്ടുന്നുണ്ട്. കഴിഞ്ഞയാഴ്ചയാണ് ഏറ്റവും പുതിയ നീട്ടൽ നടന്നത്. കാലാവധി ഓഗസ്റ്റ് ആദ്യ ആഴ്ച വരെയാണ് ഇത്തവണ നീട്ടിയത്. ഫെബ്രുവരിയിൽ സെലൻസ്കിയെ തിരഞ്ഞെടുപ്പില്ലാത്ത സ്വേച്ഛാധിപതി എന്ന് വിശേഷിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെലൻസ്കിയുടെ ഇത്തരം തീരുമാനങ്ങളെ പലവട്ടം അപലപിച്ചിട്ടുണ്ട്. അതേസമയം യുക്രൈനിയൻ ഭരണഘടനാ പ്രകാരം സെലൻസ്കി പ്രസിഡന്റ് അധികാരം നിലവിലെ പാർലമെന്ററി സ്പീക്കറായ റസ്ലാൻ സ്റ്റെഫാൻചുക്കിനെ കൈമാറണമെന്നാണ് റഷ്യ വാദിക്കുന്നത്. സെലൻസ്കി അങ്ങനെ ചെയ്യാൻ വിസമ്മതിക്കുന്നത് റഷ്യയുമായുള്ള സമാധാന ഉടമ്പടി ഉൾപ്പെടെ അദ്ദേഹം ഒപ്പിടുന്ന ഏതൊരു രേഖയുടെയും നിയമപരമായ സാധുതയെ ഇല്ലാതാക്കുമെന്നും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകി. അതിനിടയിൽ റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമായ സപ്പോറോഷ്യയിലേക്ക് കണ്ണുനട്ടിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക. ആണവ നിലയത്തിന്റെ നിയന്ത്രണം അമേരിക്കയുടെ കൈവശമാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. യുക്രൈനും റഷ്യയും തമ്മിലുള്ള മധ്യസ്ഥ കരാറിന്റെ ഭാഗമായി ആണവ നിലയത്തിന് ചുറ്റുമുള്ള റഷ്യൻ പ്രദേശത്തിന്റെ നിയന്ത്രണം അമേരിക്ക ഉറപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ആഴ്ച അവസാനത്തോടെ യുക്രൈൻ പ്രതികരിക്കുമെന്ന് അമേരിക്ക പ്രതീക്ഷിക്കുന്ന ഒരു പാക്കേജിന്റെ ഭാഗമായാണ് അമേരിക്കയുടെ ഈ നീക്കം. നേരത്തെ ട്രംപ് ഭരണകൂടത്തിലെ മുതിർന്ന അംഗങ്ങൾ ഫ്രാൻസിൽ യുക്രൈൻ യൂറോപ്യൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന്റെ പിന്നിൽ യുക്രൈനും റഷ്യയും തമ്മിലുള്ള സമാധാന കരാർ സാധ്യമാക്കുകയെന്ന ലക്ഷ്യവും അതിന്റെ കൂടെ സപ്പോറോഷി ആണവ നിലയത്തിന് ചുറ്റുമുള്ള ഭൂമി അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള നിഷ്പക്ഷ പ്രദേശമായി നിയോഗിക്കുക എന്നതുമാണെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. മാർച്ചിൽ യുക്രൈൻ നേതാവ് സെലൻസ്കി തന്റെ രാജ്യത്തെ ആണവ നിലയങ്ങളുടെ ഉടമസ്ഥാവകാശം അമേരിക്ക ഏറ്റെടുക്കണമെന്ന് നിർദ്ദേശിച്ചതായി ട്രംപ് അവകാശപ്പെട്ടിരുന്നു. പക്ഷേ ട്രംപിന്റെ വാദം സെലൻസ്കി തള്ളിക്കളയുകയാണ് ഉണ്ടായത്. സപ്പോറോഷെ NPPയിലെ അമേരിക്കൻ നിക്ഷേപ സാധ്യതകളെക്കുറിച്ച് മാത്രമാണ് താനും ട്രംപും ചർച്ച ചെയ്തതെന്ന് അന്ന് സെലൻസ്കി പ്രസ്താവിച്ചു. അത് അമേരിക്കയ്ക്ക് കൊടുക്കുക എന്ന ഒരു ഉദ്ദേശം തനിക്കില്ലായിരുന്നുവെന്നും സെലൻസ്കി പറഞ്ഞു. അതേസമയം യുക്രൈനിലെ ഏതെങ്കിലും നിർദ്ദിഷ്ട നാറ്റോ സാന്നിധ്യത്തെ റഷ്യ ശക്തമായി നിരസിച്ചു. കൂടാതെ 2022 ചർച്ച ചെയ്ത ഒരു വെടിനിർത്തൽ നിർദ്ദേശമായ ഇസ്താംബുൾ കരാർ യുക്രൈനിയൻ സൈന്യത്തിന്മേലുള്ള പരിമിതികൾ ഉൾപ്പെടെ ഭാവിയിലെ സമാധാന കരാറിനുള്ള അടിത്തറയായി വർത്തിക്കണമെന്നും റഷ്യ വാദിച്ചു. അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ ഇടപെടലിനെ തുടർന്ന് യുക്രൈൻ ഈ പദ്ധതി നിരസിക്കുകയായിരുന്നു. യുക്രൈനിലെ സംഘർഷം നീട്ടിക്കൊണ്ടു പോകുന്നതിനായി ട്രംപിന്റെ മധ്യസ്ഥ ശ്രമങ്ങളെ ദുർബലപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും ശ്രമിക്കുന്നതായി റഷ്യ ആരോപിക്കുകയും ചെയ്തു. നിലവിലെ സംഘർഷങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു അറുതി വരണമെങ്കിൽ യുക്രൈനിൽ പുതിയൊരു ഭരണകൂടം വരണം. റഷ്യയും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെയിരിക്കെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സെലൻസ്കി എന്തെങ്കിലും നീക്കം നടത്തിയാൽ പിന്നെ യുക്രൈനിന്റെ കാര്യം എങ്ങനെയാകുമെന്നതിൽ യാതൊരു ഉറപ്പുമുണ്ടാകില്ലെന്നതാണ് സത്യം.